നിങ്ങളുടെ അവലോകന യോഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം പാർട്ടി സെക്രട്ടറി പറയുമ്പോഴും SNDP വഴി BJP വോട്ടുകൾ പിടിക്കാൻ ശ്രമിച്ചു, BDJS വഴി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് പല ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലം അല്ലെങ്കിൽ പാലക്കാട് അങ്ങനെയുള്ള പല മണ്ഡലങ്ങളിലും ആലപ്പുഴ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നത് നോക്കി കഴിയുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളും ഈ ഹൈന്ദവ വർഗീയത ആദർശങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇതുവരെയും ഇങ്ങനെ BJP കേരളത്തിൽ വളരില്ല എന്നതിനെ അടിസ്ഥാനമാക്കിയിരുന്നത് പറഞ്ഞിരുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ മതനിരപേക്ഷ ആശയങ്ങളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്. അപ്പുറത്ത് നല്ല മനുഷ്യനാവണമെങ്കിൽ ഹിന്ദു ആണെന്ന് ഇതെങ്ങനെ ഒത്തുപോകണം എങ്ങനെ? അതുകൊണ്ട് ഈ നവോത്ഥാന ആശയങ്ങളെ ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികളുണ്ടാവും, പ്രവർത്തനങ്ങൾ വേണം. അതോടൊപ്പം ഉള്ള സംവാദങ്ങൾ ഇത്തരത്തിൽ BDJS എല്ലാം കാണിക്കുന്നതിന് BDJS വലിയ ആരവം കൂട്ടി വന്നിട്ട് മൂലക്ക് ഇരുത്തിയതാണ് കേട്ടോ. അന്നത്തെ ഉള്ള രീതിയിലുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും. സമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു നിർണായകമായ പങ്കുണ്ട്. മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമ വിമർശനം വേണം. അപ്പോൾ മാധ്യമ വിമർശനത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, മാധ്യമ വിമർശനം നടത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ രീതി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാര്യമാണ്? ഞാനത് അങ്ങനെ കരുതുന്നില്ല മാധ്യമങ്ങളെല്ലാം ശത്രുപക്ഷത്താണെന്ന്. മാധ്യമങ്ങൾക്ക് ഉടമസ്ഥന്മാരുണ്ട്. അപ്പോൾ പണ്ട് ഉടമസ്ഥന്മാർ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ ഉടമസ്ഥന്മാർക്ക് സ്വാതന്ത്ര്യം BJP കൊടുക്കുന്നില്ല. BJP ഡിക്റ്റേറ്റ് ചെയ്യണം ഇന്നത് വേണം എന്നുള്ളത്. അതുകൊണ്ട് അതിന് കീഴ്പ്പെടാനായിട്ട് നിർബന്ധിതരാണ്. അവിടെ ജോലി ചെയ്യുന്ന പത്രക്കാരൻ ശമ്പളം തരുന്ന ആൾ പറയണ കേൾക്കണ്ടേ? ദേശാഭിമാനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ദേശാഭിമാനി ചെന്ന് പറഞ്ഞത് കേൾക്കണം. ഇവിടെയാണെങ്കിൽ അങ്ങനെ. സോ ഇത് വിമർശനം മാധ്യമ പ്രവർത്തകരെ രാജാവിനേക്കാൾ രാജ്യഭക്തിയോടു കൂടി പാദസേവ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. പാരിക്കിനും അർണബിനെ ന്യായീകരിക്കാൻ പറ്റുമോ ചെയ്ത് കിട്ടുന്ന കോപ്രായങ്ങൾ? അപ്പം അതുപോലെയൊക്കെ പെരുമാറുന്ന ആളുകളുണ്ട്. അവരെ നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ബാക്കിയുള്ളവർ അപ്പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശത്രുവായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ലെന്ന്. ഇനി ഒരു ഇലക്ഷൻ സീസണാണ് ഇനിയും കേരളത്തിൽ വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത വർഷം പഞ്ചായത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഫേസിലേക്കാണ് സർക്കാർ പോകുന്നത്. അവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നമ്മുടെ പണച്ചുരുക്കം എന്നുള്ളതാണ്. ഇത് മറികടക്കാൻ ഇപ്പോൾ കേന്ദ്രത്തിനെ എത്ര നമ്മൾ പഴി പറഞ്ഞിട്ടും കാര്യമില്ല, കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കാര്യമില്ല. എന്ത് ചെയ്യും? അതിൻ്റെ മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കേണ്ടി വരും. എന്താ കഴിഞ്ഞ പിണറായി സർക്കാർ ചെയ്യാൻ ശ്രമിച്ചത്? പാവങ്ങൾക്കുള്ളത് പരമാവധി ഇതുപോലെ പാവങ്ങളെ സഹായിച്ച വേറൊരു സർക്കാർ ഉണ്ടാവില്ല. അതോടൊപ്പം കിഫ്ബിയും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യ നിർമ്മാണം. കിഫ്ബിയെ കുറിച്ച് ഇപ്പോൾ കേൾക്കാനേ ഇല്ല. കിഫ്ബി അങ്ങനെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ 86,000 കോടിയായിട്ടുണ്ട്, അതിൻ്റെ ലിമിറ്റിലായി. അതുകൊണ്ട് കിഫ്ബി ഇപ്പോൾ ആ അതിർത്തിയിലെത്തി അവിടെ നിൽക്കും. സംസ്ഥാന സർക്കാർ അതിൻ്റെ മുൻഗണനകളിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ടി വരും. എന്ത് വന്നാലും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പെൻഷൻ കൊടുക്കും. പെൻഷൻ പൂർണ്ണമായിട്ട് എല്ലാ മാസം കൊടുക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ വേണ്ടെന്ന് നോക്കേണ്ടി വരും. അപ്പം ഏതാണ് വേറെ ചില കാര്യങ്ങൾ എന്നുള്ളത് സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കേണ്ടത്.